കായലിലെ കാഴ്ചകൾ ആസ്വദിച്ചവരായിരിക്കാം നമ്മളെല്ലാവരും. കായലിൻ്റെ ഭംഗിയും കരയുടെ ഭംഗിയും എല്ലാം കോർത്തിണങ്ങിയ ഒരു സ്ഥലമുണ്ട് കൊല്ലം ജില്ലയിൽ. കായലിലൂടെ ബോട്ടിലും വള്ളത്തിലുമൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാവും നമ്മളിൽ പലരും. എന്നാൽ കായലിന് നടുവിൽ ഇറങ്ങി കായലിലൂടെ നടന്ന് സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് നിങ്ങളെ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ്. കൊല്ലം ജില്ലയിലെ സാമ്പ്രാണിക്കൊടി എന്ന സ്ഥലത്തേക്ക്. കാണാം, കാഴ്ചകൾ ആസ്വദിക്കാം. ആ കാണുന്നതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡ്. ഞങ്ങൾ അവിടേക്ക് യാത്ര തിരിക്കുന്നത് ഈ ബോട്ടിലാണ്. ഇതാണ് ഞങ്ങളുടെ കൂടെ അന്ന് ഉണ്ടായിരുന്നവർ. ബോട്ടിന്റെ ഡ്രൈവറെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് മാധവൻ ചേട്ടൻ. മാധവൻ ചേട്ടന്റെ കയ്യിലൊരു പൊടിക്കൈയുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. ചെങ്കാറ്റു വീശണല്ലോ, ചമ്മാനം പൂക്കണല്ലോ, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം, വെള്ളിമേഘത്തേരിലേറി നീ വരുന്ന നേരം സമ്മാനമായി ലലലലല സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. എൻ്റെ ഒരു മാധവൻ, ബോട്ടിൻ്റെ ഡ്രൈവറാണ്. ഇപ്പോൾ ഒരു 2 വർഷം ആകാറ് പഞ്ചായത്തിൽ വരുന്നുണ്ട്. പ്രത്യേകത ഈ ഇട്ടുവരെയുള്ള വെള്ളമേ ഉള്ളൂ ഈ ഐലൻഡിൽ. അപ്പോൾ ആ വെള്ളത്തിൽ നടക്കാനും പിന്നെ കുളിക്കുന്നവർ വരെയുണ്ട്. കൊച്ചുകുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ ശരിക്കും ആസ്വദിച്ച് കുളിച്ചിട്ടൊക്കെ പോകാറുണ്ട്. ഇത് ഇഷ്ടമാണ് ആളുകൾക്ക്. തന്നെയല്ല ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ ഈ വയലും വെള്ളവും കൊല്ലായും ഒന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നഷ്ടം ഇവിടെ തീരും. കാരണം വെള്ളത്തിലൊന്നും നടക്കണം എന്നാഗ്രഹിച്ചാൽ ഇവിടെ നടക്കാം. അതാണ് അതിൻ്റെ. കായലിലെ ഓളങ്ങളെ തട്ടിത്തഴുകി ഞങ്ങളുടെ ബോട്ട് മുന്നോട്ട് കുതിക്കുന്നു. മാധവൻ ചേട്ടനാണ് അതിൻ്റെ അമരക്കാരനും. ഈ കാണുന്നിടം വരെയാണ് ബോട്ടുകൾ വരുന്നത്. ഇതാണ് സാമ്പ്രാണിക്കൊടി ഐലൻഡിലെ ബോട്ട് വന്ന് നിൽക്കുന്ന സ്ഥലം. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഒന്ന് പേടിച്ചിട്ടാണ് പലരും ഇറങ്ങിയത്. ഇനി അബദ്ധവശാലാണ് ആഴക്കൂടുതൽ ഉണ്ടെങ്കിലോ എന്നുള്ള ചെറിയ തമാശയും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ കായലിന്റെ നടുവിലൂടെ മറ്റുള്ളവർ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആശ്വാസമായി. പിന്നെ ഒന്നും നോക്കിയില്ല, ക്യാമറയും എടുത്ത് വെള്ളത്തിലേക്ക് ഒരിറക്കം. വിഷ്വൽസുകൾ ഒപ്പിയെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. എന്താ പേര്? എൻ്റെ ഒരു മെൽവിൻ ആണ്. അതെ. എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത? ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടി കായലിൻ്റെ മധ്യഭാഗം
ആ ഭാഗത്ത് നമുക്ക് 2 വയസ്സുള്ള കുഞ്ഞിന് പോലും ഇറങ്ങി ഇന്ന് കളിക്കാം എന്നുള്ളതാണ് ഏറ്റവും ഒരു പ്രത്യേകത. പക്ഷെ ഇതിൻ്റെ 4 വശവും പിന്നെ നല്ല ആഴമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് ആഴം കുറഞ്ഞ സ്ഥലം. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഷ്ടമുടി എന്ന് പറഞ്ഞാൽ 8 മുടികളാണ്. ഇവിടെ നിന്നാണ് 8 സ്ഥലത്തോട്ട് പോകുന്നത്. ഈ അഷ്ടമുടികളുടെ മധ്യഭാഗമായി കാണുന്നത് അവിടെയാണ് നമ്മൾ ഈ സാമ്പ്രാണിക്കോടി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തുടക്കമെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം നമുക്ക് ആഴം കുറഞ്ഞ മേഖലയാണ്. കായലിൽ കൂടെ നടക്കാവുന്ന ഒരു മേഖലയാണ്. പക്ഷേ ഇവിടെ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത മണ്ണ് ഇട്ടിട്ടുണ്ട് ദേശീയ ജലപാതയ്ക്ക് വേണ്ടിയുള്ള. അതിൻ്റെ പേരിലാണ് ഇവിടെ ആഴം കുറവ്. പണ്ട് ഇവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഒട്ടും വെള്ളമില്ല. അന്ന് ഇട്ടിരുന്ന പേരായിരുന്നു ചെക്കുവര ഐലൻഡ് എന്നായിരുന്നു ഇതിൻ്റെ ഐലൻഡിൻ്റെ പേര്. അത് കഴിഞ്ഞ് 2018 നമ്മൾ ബോട്ടിങ് ഇവിടെ ആരംഭിക്കുന്നത്. അന്ന് ഞാനാണ് ഒരു വള്ളവുമായിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. ഏകദേശം 2 വർഷക്കാലം. കൊറോണ വരെ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതൽ ആൾക്കാർ വരാൻ തുടങ്ങിയതും കൂടുതൽ ആൾക്കാർ ഇത് വരുന്നതും. ഇപ്പം ഏകദേശം 45ഓളം ബോട്ടുകളുണ്ട്. പിന്നീട് ഞങ്ങൾ ഒരു വള്ളത്തിലേക്കാണ് കയറിയത്. 6 കിലോമീറ്റർ ചുറ്റളവിൽ ഇതേ ആഴം തന്നെയാണ് എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും ആ തോണി യാത്ര ആസ്വദിക്കാൻ തുടങ്ങി. 3-4 സൈഡുകളിൽ കണ്ടൽക്കാടുകൾ പോകുന്ന വഴികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതുമാണ്. പെട്ടെന്ന് ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് ഇത്. കുട്ടവഞ്ചിയിൽ 2 പേർ. അതിൽ ഒരാൾ തുഴയുന്നു, മറ്റേയാൾ മീൻ പിടിക്കാൻ വലയിടുന്നു. ഞാൻ പകർത്തിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷ്വലും ഇത് തന്നെയായിരുന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ ഒന്ന്. ഇതാണ് ബോട്ടിന്റെ ഡ്രൈവർ, ബോട്ടിലെ ഞങ്ങളുടെ പുതിയ ചേട്ടൻ. ഇവിടെ നാളെ മറ്റന്നാളെ നല്ല ആൾക്കാരാ, ഇഷ്ടം പോലെ ആൾക്കാർ. ഒഴിവ് ദിവസങ്ങളിൽ ഏതായാലും വന്ന് ഈ സ്ഥലങ്ങളെല്ലാം കണ്ടോണ്ട് പോകും. വെള്ളം തന്നെ ഇവിടെ. വെള്ളം കുറവ് തന്നെ ഇവിടെ, വെള്ളം ഹൈറ്റ് കുറവ് തന്നെ. നമ്മൾ ചാമ്പ്രാണിക്കോടിയിൽ നിന്ന് വരുന്നത് 30 മീറ്ററേ ഉള്ള ആഴം കൂടുതൽ, ബാക്കിയെല്ലാം ആഴം കുറവാണ്. ഞങ്ങൾ താമസിക്കുന്ന ഇവിടെ വെള്ളം കയറത്തില്ല, അപ്പുറത്ത് കടലാണ്, കയറത്തില്ല. ഏറ്റവും ഇറക്കവും പിടിച്ചോണ്ട് പോകും, വേലി ഇറക്കവും വേലി കയറ്റവും. കരയുടെ ഭംഗി ആസ്വദിച്ച് ഞാൻ ക്യാമറ നേരെ വള്ളത്തിലേക്ക് പാൻ ചെയ്തു. അപ്പോൾ കിട്ടിയ ഒരു മനോഹരമായ ദൃശ്യം. പിന്നെ ഒന്നും നോക്കിയില്ല. ഒരു സ്ലോ മോഷനും ഒരു പാട്ടും അങ്ങ് ഇട്ടേക്കാം. ക്യാമറ വീണ്ടും ചലിപ്പിച്ച് കരയിലെ ഭംഗി ഒപ്പിയെടുക്കാൻ തീരുമാനിച്ചു. അതാണ് ഈ കാണുന്നത്. ക്യാമറ വീണ്ടും കായൽപ്പരപ്പിലെ വെള്ളത്തിന്റെ ഓളങ്ങളിലേക്ക്. ഓളപ്പരപ്പുകൾ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി. നമ്മൾ പ്രതീക്ഷിക്കാതെ എടുക്കുന്ന വിഷ്വൽസ് ആയിരിക്കുമല്ലോ ഏറ്റവും മനോഹരം. അതുപോലെ ഒരു വിഷ്വലായിരുന്നു ഇത്. മറുസൈഡിൽ കൂടി മറ്റൊരു വള്ളത്തിൽ കുറച്ചധികം ആൾക്കാർ വരുന്നത് കണ്ടു. ഞാൻ അവരെയും സൂം ചെയ്ത് എടുക്കാൻ ശ്രമിച്ചു. അവസാനം ഒരു ടാറ്റയൊക്കെ തന്നാണ് അവർ മടങ്ങിയത്. ഇത് 2 ദ്വീപുകളെയും ഒന്നിപ്പിക്കാൻ പണിഞ്ഞ ഒരു പാലമാണ് എന്നാണ് പറഞ്ഞത്. കണ്ടിട്ട് പുതിയതായി പണി കൽപ്പിച്ച ഒരു പാലമാണ് എന്ന് തോന്നുന്നു. മനോഹരമായ ഒരു വിഷ്വൽ. ഒരു റൊമാൻറ്റിക് BGM കൂടി ഇട്ടാൽ പൊളിച്ചു.
അങ്ങേ കടലിൽ പള്ളിയൊറങ്ങാൻ മൂപ്പര് പോണതാണേ. അന്തിക്കടപ്പുറത്തൊരോലക്കൂട എടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഇവിടെ ഇത്രയും ആൾക്കാർ വരുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നാൽ ആഴക്കുറവ്, ആഴം കുറഞ്ഞാലും ഫാമിലിയായിട്ടൊക്കെ വന്നാൽ പിള്ളേരൊക്കെ ആയിട്ട് വന്നാൽ ഇറങ്ങിക്കിടന്ന് നീന്തി കളിക്കാം. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ വള്ളങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഉല്ലാസയാത്ര 50 രൂപയുള്ളൊരു യാത്ര. 4 ഐലൻഡുകളെല്ലാം കണ്ട് കറങ്ങി വരും. അതും പോകുന്നതിലെല്ലാം സേഫ്റ്റിയായിട്ട് ഇതേ ആഴമുള്ളൂ. നമ്മൾ കൊണ്ടുപോകുന്ന സ്ഥലമല്ല, ഇതേ ആഴത്തിൽ കൂടെ കൊണ്ടുപോയി കറങ്ങി കൂടെ കൊണ്ടുവന്ന് അവർ നല്ലൊരു യാത്രയാണെന്ന് പറഞ്ഞാണ് പൈസ മേടിക്കുന്നത്. ഇതാണ് കൂടുതലും ഇത് തന്നെ. വരുന്നവർക്ക് കൂടുതലും ഇറങ്ങി നടന്ന് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ചാമ്പ്രാണി ഐലൻഡ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കറങ്ങി നടക്കാം. പിള്ളേരെ കൊണ്ടുവന്നാലും കൊച്ചു പിള്ളേരൊക്കെ കൊണ്ടുവന്നാലും കിടന്ന് നീന്തി കളിക്കാനും എല്ലാം നല്ല സുഗമമായൊരു സ്ഥലം. പിന്നെ കച്ചവടക്കാരുണ്ട്, പിന്നെ കല്ലുമേക്കൊക്കെ വിൽക്കുന്നവരുണ്ട്. എത്ര വെള്ളം കൂടിയാലും നമ്മൾ ഈ മുട്ടിന് മേളി വരെ കൂടും. പിന്നെ ഇനിയിപ്പം ഇത്രയും വെള്ളം കൂടി നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റ് വരെ നനയും. പിന്നെ അങ്ങോട്ട് പിന്നെ ഇറങ്ങും. വേലിയേറ്റം വേലിയിറക്കമാണ്. കടൽ കായലൂടെ ഒന്നിച്ചിടക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ എത്ര മഴ പെയ്താലും കടലിലോട്ടങ്ങ് വലിഞ്ഞ് പോത്തേ ഉള്ളൂ വെള്ളം. അങ്ങ് ഭയങ്കരമായ വേലിയേറ്റം ഉണ്ടാകത്തില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കടലെടുത്ത് കിടക്കുന്നുണ്ടേ കടലും കായലും ഒന്നിച്ചാണ് വേലിയേറ്റവും വേലിയിറക്കവും. ഐലൻഡിൽ നിന്ന് പോരുന്നതിന് മുമ്പ് പകർത്തിയ ഒരു ദൃശ്യം. പിള്ളേരൊക്കെ വൈബാണ്, ഒരു രക്ഷയുമില്ല. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ഈ തിരിച്ചു പോകാനുള്ള ബോട്ട് വന്നു കഴിഞ്ഞു. മാധവൻ ചേട്ടൻ തന്നെയാണ് ബോട്ട് ഡ്രൈവർ. അത് മറ്റൊരു സന്തോഷവും. ഞങ്ങൾ ഐലാൻഡിൽ നിന്നും തിരിച്ച് യാത്ര ആരംഭിക്കുകയാണ്. കായലിന്റെ നടുവിൽ ഈ ബോട്ടിൽ ഇങ്ങനെ ഒരു വിഷ്വൽസ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പിള്ളേര് റൊമാൻറ്റിക്, എന്നാൽ പിന്നെ ഒരു BGM കൂടി അങ്ങ് കിടക്കട്ടെ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കയങ്ങളെല്ലാം കഴിഞ്ഞുവല്ലോ, കരയടുത്തു കാണണല്ലോ. കൈകുഴഞ്ഞ് കാൽ തളർന്നു നീ വരുന്ന നേരം, കൈകുഴഞ്ഞ് കാൽ തളർന്നു നീ വരുന്ന നേരം, സമ്മാനമായി ലലലലല സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ. നമുക്ക് രാവിലെ 9 മണി മുതലാണ് ഇവിടെ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഈ അവധി ദിവസങ്ങളിൽ നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ സാമ്പ്രാണിക്കുടി ഐലൻഡ് സന്ദർശിക്കാറുണ്ട്. ശനി ഞായർ പിന്നെ പബ്ലിക് ഹോളിഡേ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾ ഐലൻഡ് സന്ദർശിക്കാൻ വരാറുണ്ട്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ 100 കണക്കിന് ആൾ ഇപ്പം വരുന്നുണ്ട്. ഇപ്പം ഓഫ് സീസണാണ്, ജൂൺ ജൂലൈ എന്ന് പറഞ്ഞാൽ മഴ സമയവും ഓഫ് സീസണായിട്ട് പോലും ദിവസേന 100 കണക്കിന് ആൾക്കാർ ഐലൻഡ് സന്ദർശിക്കാൻ വരുന്നുണ്ട്. നമുക്ക് പോയി വരുന്നതിന് ഒരാൾക്ക് 150 രൂപയാണ്. രാവിലെ ഈ പുറപ്പെടുന്ന 1 മണിക്കൂറാണ് നമുക്ക് ഒരു ഗസ്റ്റിന് അവിടെ അനുവദിച്ചിരിക്കുന്ന സമയം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇവിടുന്ന് 10-45ഓളം ബോട്ടുകളുണ്ട്. ഏത് ബോട്ടിൽ വേണമെങ്കിലും അവർക്ക് തിരികെ വരാവുന്നതാണ്. പിന്നെ കണ്ടൽക്കാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും. അങ്ങനെ ഇപ്പം ആദ്യകാലങ്ങളിൽ കൊല്ലം ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ വന്നിരുന്നെങ്കിൽ ഇപ്പം മറ്റ് ജില്ലകളിൽ നിന്നുള്ള നിരവധി ആൾക്കാർ ഇവിടെ സാമ്പ്രാണിക്കുടി ഐലൻഡ് സന്ദർശിക്കാൻ വരുന്നുണ്ട്. മലബാർ മേഖലയിൽ നിന്ന് പോലും ഇപ്പം ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഇനിയിപ്പം 1 മാസം കൂടെ കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഓണത്തിൻ്റെ സീസണാണ്. അപ്പം നമ്മൾ വീണ്ടും ഒരുപാട് ആൾ ഐലൻഡ് സന്ദർശിക്കാൻ ഇനിയും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്.
ചേട്ടാ എന്താ പേര് ചേട്ടൻ്റെ? എൻ്റെ പേര് ജെർമിയാസ് ലൂക്കോസ് എന്നാണ്. ഞാനിവിടെ താമസിക്കുന്ന തൊട്ടടുത്താണ്. എനിക്ക് സ്വന്തമായിട്ട് ബോട്ടുണ്ട്, ബോട്ട് ഡ്രൈവറാണ്. അപ്പം ഒരു കവിത ഇവിടുത്തെ ഇതിൽ വെച്ചിട്ട് ഞാൻ എഴുതിയൊരു കവിതയാണ്. പകലോണയുന്ന നേരത്തൊരു നാൾ പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യേ, മോഹന ഭംഗികൾ മൊട്ടിട്ടു നിൽക്കുന്ന സാമ്പ്രാണിക്കോടിയിൽ വന്നിറങ്ങി. പകലോണയുന്ന നേരത്ത് കുന്നിൻ നിറുകയിൽ ചാച്ചാജി പാർക്കുണ്ട്, താഴെ പെൺകല കേന്ദ്രമുണ്ട്, താഴ്വര കുന്നിൽ ചുംബിച്ചൊഴുകും അഷ്ടമുടിക്കായൽ എത്ര മനോഹരം. പകലോണയുന്ന നേരത്തൊരു നാൾ പാസഞ്ചർ ബോട്ടിൽ ഞാൻ യാത്ര ചെയ്യേ, മോഹന ഭംഗികൾ മൊട്ടിട്ടു നിൽക്കുന്ന സാമ്പ്രാണിക്കോടിയിൽ വന്നിറങ്ങി. പകലോണയുന്ന നേരത്ത്. സാമ്പ്രാണിക്കൊടിയിൽ നിന്നും വിട പറയാൻ സമയമാകുന്നു. 1 മണിക്കൂർ പോയതേ അറിഞ്ഞില്ല. ഒരുപക്ഷെ അതിൽ കൂടുതൽ സമയവും ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു. സാമ്പ്രാണിക്കൊടിയിൽ വന്നിട്ട് ഇനി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞില്ല എന്ന് വേണ്ട. അതിനു വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. സീ ഫുഡ് റെസ്റ്റോറന്റ് എന്നാണ് ഇതിന് പേര്. അത് മുന്നിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. നല്ല സദ്യയും എല്ലാ ഐറ്റമും നിങ്ങൾക്ക് അവിടെ കിട്ടും. നല്ല സുഖമായിട്ട് ഫുഡ് കഴിച്ച് മടങ്ങാം. പാൽക്കടലിലോളങ്ങളെ തള്ളി നീക്കി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവ് തരാ, വെള്ളാമ്പൽ പൂവ് തരാ.